മടങ്ങിയെത്താം. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ ഷാനിബ് അടക്കം ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ കാര്യങ്ങളുണ്ട്. ഷാനി പറയുന്നത് നേരത്തെ തന്നെ നേതാക്കൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവുണ്ടായിരുന്നു. പലരും നേരിട്ട് തന്നെ പ്രതിപക്ഷ നേതാവിനടക്കം പരാതി കൊടുത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ആ സമയത്ത് മിണ്ടാതെയിരുന്നു. അതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു നേതാക്കൾക്ക് തന്നെ എന്ന കാര്യമാണ്. ഇതിനോട് അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? നോക്കൂ സ്മൃതി, ഒരു നേതാവിനെതിരെ ആക്ഷേപം വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എതിർ കക്ഷിയിൽപ്പെട്ട പ്രതിനിധികൾ പറയാറുണ്ട്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ ഷാനിബാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ BJP-യുടെ സുഹൃത്ത് പ്രശാന്ത് ശിവനാണെങ്കിലും അവർക്ക് അവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുമ്പോൾ ഇതിനെ ഒരു മറയൊക്കെ തന്നെ വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കഥകൾ പറയുമ്പോൾ ശ്രീ എൻ ശ്രീകുമാർ അല്ല, അത് ഇപ്പൊ അദ്ദേഹം CPM ആണ്. അദ്ദേഹം ശരീരം CPM ആണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അനിയനെ പോലെയുള്ള ഞാൻ കരുതുന്ന എന്റെ സുഹൃത്താണ് ഷാനിബ്. അതിൽ ആ തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കേസ് പോലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ. ഞാനൊരു കളവ് അങ്ങേക്കറിയുന്ന ഒരു സംഭവം പോലെ ശ്രീകുമാരേട്ടൻ പറയുന്നത്. അല്ല, അയ്യോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ കളവ് പറഞ്ഞത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയരുത്. ഞാൻ കളവ് പറഞ്ഞത് പറഞ്ഞില്ല. ഞാൻ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നു ശ്രീകുമാരേട്ടനെ. ഞാൻ പറഞ്ഞത് ഷാനിബേ, ഞാൻ കളവെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കഥകളെന്നാ പറഞ്ഞേ. പറയട്ടെ, അദ്ദേഹം പറയട്ടെ ഷാനിബ്. അല്ല, ഒരു ശരി വേണ്ട. എന്നാൽ സംഭവങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന പുറത്തു വന്ന വാർത്തകൾ എന്ന് പറയാം. ഏതാണെന്ന് വെച്ചാൽ ഷാനിബ് ആ അർത്ഥത്തിൽ എടുത്തോളൂ. അദ്ദേഹം ഇവിടെ ഒരു മറപിടിക്കുന്ന രീതിയിലൊരു കാര്യം പറഞ്ഞു, തൃശ്ശൂരിലത്തെ ഏതൊരു നേതാവിന്റെ കാര്യം. സത്യത്തിൽ എനിക്കറിയില്ല. നമ്മുടെ ചില മാധ്യമങ്ങള് ഒരു കഥ എന്ന് ഞാൻ പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 2-3 ദിവസം മുമ്പ് ഒരു പ്രസ്താവന പോലെയൊക്കെ ചില മാധ്യമങ്ങൾ വന്നിരുന്നു. ഞാന് ആ സുഹൃത്തിനോട് നേരിട്ട് ചോദിച്ചു. അദ്ദേഹം രോഷം കൊള്ളുകയാണ് ചെയ്തത് എന്നോട്. മനസ്സിലായോ? അദ്ദേഹത്തിന് പരാതിയില്ല. അദ്ദേഹം പറഞ്ഞ തെറ്റാണത്. അങ്ങനെ വന്ന 1-2 മാധ്യമങ്ങളിലെ തലപ്പത്തിരിക്കുന്നവർ അദ്ദേഹത്തെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പോ ഇതൊന്നും അറിയാത്തതല്ല ഞാൻ. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് അവര് പറയട്ടെ. പക്ഷെ കാരണം അത് രാഷ്ട്രീയമല്ല. ഇന്നിപ്പോ 2 CPM വനിതാ നേതാക്കളിൽ ഒരാൾ പറഞ്ഞ എന്താ, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രതികരിക്കണം, മല്ലികാർജുൻ ഖാർഗെ പ്രതികരിക്കണം എന്ന് അവർ പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാ, സോണിയാഗാന്ധി വിശ്രമ ജീവിതത്തിലാ. പക്ഷെ പ്രതികരിക്കേണ്ടത് സോണിയാണ്. അപ്പൊ അതിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ സ്മൃതി. അപ്പൊ അതൊക്കെ നടക്കട്ടെ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപമുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്ക് ചേരാത്തതാണ്, സംഘടനാപരമായി തെറ്റാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് നടപടിയെടുത്തത്. ശ്രീകുമാർ മനയിൽ പറഞ്ഞ എന്താ വെച്ചാൽ നടപടി വൈകിയെന്നാണ്. അതില്ലല്ലോ. അപ്പൊ ആദ്യം 20 മണിക്കൂറിനുള്ളിൽ നടപടി എടുത്തു. പിന്നെ MLA സ്ഥാനത്തെ കുറിച്ച് നമ്മൾ പലവട്ടം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾ തെറ്റ് ചെയ്തു എന്ന് അയാൾക്ക് തോന്നുകയും അത് നിയമവ്യവസ്ഥ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേറെ സംസാരിക്കാം. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് എടുത്തു വളർന്ന ഒരാളല്ല. അദ്ദേഹം KSUവിലൂടെ വന്ന്, അദ്ദേഹത്തിന് ഇപ്പൊ പ്രായം 30-35 വയസ്സല്ലേ ഉള്ളൂ. KSUവിലൂടെ വന്ന്, യൂത്ത് കോൺഗ്രസിലൂടെ വന്ന്, മണ്ഡലം പ്രസിഡന്റായി, പല ഘട്ടങ്ങളിലൂടെ വന്ന് NSU സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായി, പിന്നെ പ്രസിഡന്റ് ആയ ആളാണ്, പിന്നെ MLA ആളാണ്. അത് വളർച്ചയൊന്നും എടുത്തു വെച്ച പോലെ അല്ല. പക്ഷെ അതിന് ഒരു മുഖം കിട്ടി. എന്താ കാരണം? അത് PSC സമരകാലത്ത്, PSC നിയമനം കിട്ടാത്ത കുട്ടികൾ സമരം ചെയ്ത കാലത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ വക്താവായിട്ട് പറഞ്ഞയച്ചു. അത് അങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കിട്ടി. ആ മുഖമാണ് അദ്ദേഹം സ്വയം നശിപ്പിച്ചത് ഇപ്പോൾ. അതാണ് അതിന്റെ കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, സ്മൃതി ചോദിച്ച കാര്യം, ഇവർ ഈ പറയുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ ഇതിലത്തെ രാഷ്ട്രീയം അവരെന്താ പറയാത്തെ? സ്മൃതി ഒരു ചോദ്യം ചോദിച്ചില്ല ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച്. BJPക്ക് CPM-ന്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ ഇവര് കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ കോൺഗ്രസിലെ ഓരോരോ സംഭവങ്ങൾ പറയുമ്പോൾ കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തിരിച്ച് നിങ്ങളുടെ CPM-ലെ കാര്യം പറയും, BJP-യുടെ കാര്യം പറയും. അപ്പോൾ അത് പറയാൻ പാടില്ല. VD സതീശൻ ഇപ്പോൾ പാലക്കാട് തോറ്റാലും വേണ്ടില്ല, രാജിവെക്കേണ്ടതുണ്ട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലപാടെടുത്തു എന്ന് കൂടി അറിയുന്നുണ്ട്. നോക്കൂ, ഈ രാഹുലിനെ വിമർശിച്ച കോൺഗ്രസിനകത്തെ സ്ത്രീകളോട് എത്ര മോശമായിട്ടാണ് സൈബർ കൂട്ടം പ്രതികരിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായി താര ടോജോ അലക്സിനെതിരെ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. KK രമയുടെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്, KK രമ എനിക്ക് അയച്ചു തന്ന പോസ്റ്റാണ്. KK രമയ്ക്ക് പോസ്റ്റിന് അത് ആരാണ് എഴുതുന്ന അറിയില്ല കേട്ടോ. രമയ്ക്കും രാഹുൽ മെസ്സേജ് അയച്ചെന്ന് കേൾക്കുന്നു. TPയുടെ വേക്കൻസി ഫിൽ ചെയ്യാമെന്ന് രാഹുൽ പറഞ്ഞെന്ന് കേട്ടു. ശരിയാണോ? എന്തൊരു മോശമാണ്. ഈ രൂപത്തിലാണ് സ്ത്രീകളെ ഇവിടെ സ്ത്രീകളോട്
പ്രതികരിക്കുന്ന സ്ത്രീകളോട് ഈ സമീപനമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഈ തരത്തിൽ സൈബർ വെട്ടുകിളികൾ എല്ലാ ഭാഗത്തുമുണ്ട്. ഇവരെ ഉപയോഗിച്ച് അങ്ങ് തെരഞ്ഞെടുപ്പ് വിജയിച്ച് കളയാമെന്ന് തെറ്റിദ്ധരിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. അവർ ഇതിൽ നിന്ന് പാഠം പഠിക്കുമോ? അല്ല, ഇന്നലെ വി.ഡി. സതീശൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഈ പരാതിക്കാരെ പോലും ആക്ഷേപിക്കരുത്, ആക്ഷേപിച്ചാൽ നടപടിയെടുക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സൂക്കേടുകാർ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതാണ് ഈ സൂക്കേടുകാർക്ക് മുഖമില്ല എന്നതാണ് നിങ്ങൾക്ക് പറയാവുന്ന ഒരു ന്യായം. മുഖമൊക്കെ ഉണ്ടെന്നേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരുമുണ്ട്. മുഖമുണ്ട്. അല്ല, യഥാർത്ഥ കോൺഗ്രസ്സുകാർ ചെയ്യാൻ പാടില്ല. സ്മൃതി, തെറ്റാണ്. യഥാർത്ഥ കോൺഗ്രസ്സുകാരെ എങ്ങനെ തിരിച്ചറിയും? എന്താണ് അടയാളം ശ്രീ എൻ ശ്രീകുമാർ? തിരിച്ചറിഞ്ഞാൽ പുറത്താക്കണം. അവർ കോൺഗ്രസിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പുറത്താക്കണം. അത് എത്ര വലിയ നേതാവാണെങ്കിലും അനുയായി ആണെങ്കിലും പുറത്താക്കണം. കോൺഗ്രസിലെ നേതാക്കളും അനുയായികളും ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായി ആണെങ്കിൽ പുറത്താക്കണം. കൈയോടെ കൈക്കല കൂടാതെ എടുത്ത് വിട്ട് പുറത്തേക്കിടണം. കൈക്കല കൂടാതെ എടുത്തിട്ട് പുറത്തേക്കിടണം. അത് വേറെ വിഷയം. അതൊക്കെ അത് നമ്മൾ കൂട്ടിക്കലത്തുണ്ട്. ആ സംസ്കാരം അല്ല സ്ത്രീകൾക്ക് രക്ഷയില്ല. ഈ പറയുന്ന ഈ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പ്രതികരിച്ച നേതാവിന് വേണ്ടി ശബ്ദിക്കുകയാണ് ഈ സൈബർ കൂട്ടം. കോൺഗ്രസിനകത്ത് സ്ത്രീകളെയാണ് ഉപദ്രവിച്ചത്. അതെ, എന്റെ നോക്കൂ സ്മൃതി, തെറ്റാണ്, എന്താ സംശയമില്ല. ഞാൻ പലവട്ടം പറഞ്ഞില്ലേ, പുറത്താക്കണം. കൈക്കല കൂടാതെ എടുത്തിട്ട് പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത്രയും മോശമായിരിക്കും അവര്. അത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല, ബന്ധം ഉണ്ടാകാൻ പാടില്ല. അവര് വളർന്നു വരാൻ പാടില്ല. അത് യാതൊരു സംശയമില്ലാത്ത കാര്യ. കാരണം ഇതൊന്നും ഇല്ലാതാണ് കോൺഗ്രസ് കൂടെ വളർന്നത്. ഇപ്പോഴല്ലേ ഈ സൈബർ ഒക്കെ വന്നത്? ഏത് കാലത്താ യൂത്ത് കോൺഗ്രസ് വളർന്ന എങ്ങനെയാ? 70-കളിലെ. ശരി, അത് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളോട് കൂടി തന്നെ ചോദിക്കണം. കാരണം ഈ സൈബർ കൂട്ടത്തെ വളർത്തുന്നതിൽ ഇവർക്കൊക്കെ എത്ര പങ്കുണ്ട് എന്നുള്ളത്. കോൺഗ്രസ് മാത്രമല്ല, ഇതിൽ CPM-നും സമാനമായ പങ്കുണ്ട്. ഇവരെ കൊണ്ടേ വിജയിക്കാനാകൂ എന്നൊരു തെറ്റിദ്ധാരണയുമുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.